ഊച്ചിറക്കളിയുടെ ഒരുക്കം പൂർത്തിയായി 634 കളി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഊച്ചിറ ഗ്രാമപഞ്ചായത്തും ക്ഷേത്ര ഭരണസമിതിയും ചേർന്ന് 15 മുതൽ 19 വരെ പടനിലത്ത് കാർഷിക കന്നുകാലി മേള നടത്തും. 17-ന് കന്നുകാലി പ്രദർശനവും വിപണനവും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ 15, 16 തീയതികളിൽ നടക്കുന്ന ഊച്ചിറക്കളിയുടെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഓച്ചിറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവിധ ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങളിൽ പരമപ്രധാനമായും ആദ്യമായി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ദൗത്യം ഓച്ചിറക്കളിയുമായിട്ടുള്ള ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പൊ അത് എത്ര മനോഹരമായിട്ട് നടത്തണം, ഏതൊക്കെ രീതിയിൽ, എത്ര രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ ഓച്ചിറക്കളി വൻപിച്ചൊരു വിജയമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. 15-ന് രാവിലെ CR മഹേഷ് MLA ഓച്ചിറക്കളി ഉദ്ഘാടനം ചെയ്യും. ഇതുവരെ 634 കളി സംഘങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്ന കളരിയാശാന്മാർക്ക് അധിക പാരിതോഷികം നൽകും. കരക്കളി മത്സരവും ഉണ്ടാകും. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കും. ഓച്ചിറ കളിയെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഓച്ചിറ ക്ഷേത്രം ഒരു ബുദ്ധ വിഹാര കേന്ദ്രമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടും ചില ഐതിഹ്യങ്ങൾ ഓച്ചിറക്കളിയുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. പിന്നെ ഓണാട്ടുകര രാജാവും തിരുവിതാംകൂർ മഹാരാജാവും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു യുദ്ധം നടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓച്ചിറക്കളി എന്ന് പറയപ്പെടുന്നത്. പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഓച്ചിറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പാരമ്പര്യമായിട്ട് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആചാരമാണ് ഓച്ചിറക്കളി. അത് മഹനീയമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതി എന്തെല്ലാം ചെയ്യാമോ ആ മേഖലയിൽ ഏതെല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കാമോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് യൂണിഫോം വിതരണം ചെയ്യും. കിഴക്ക് കരക്കാർക്ക് ചുവപ്പും പടിഞ്ഞാറ് കരക്കാർക്ക് വെള്ളയും നിറങ്ങളിലുള്ള ബനീനുകളാണ് നൽകുന്നത്. ഗ്രാമപഞ്ചായത്തും ക്ഷേത്ര ഭരണസമിതിയും ചേർന്ന് 15 മുതൽ 19 വരെ പടനിലത്ത് കാർഷിക കന്നുകാലി മേള നടത്തും. 17-ന് കന്നുകാലി പ്രദർശനവും വിപണനവും സംഘടിപ്പിക്കും. കൃഷി മൃഗസംരക്ഷണ വകുപ്പുകൾ, കാർഷിക ഗവേഷണ കേന്ദ്രം, CPCRI തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ 100ഓളം സ്റ്റാളുകൾ പടനിലത്ത് പ്രവർത്തിക്കും. മേഖലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ദിവസവും സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കുമെന്ന് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ, പ്രസിഡന്റ് രാജീവ് കടകംപള്ളി തുടങ്ങിയവർ അറിയിച്ചു. ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ചേക്കേറിയ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഈ പ്രാവശ്യം. അത് പുതിയ ഭരണസമിതിയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് അവിടെ ഒരു കാർഷിക മേള ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു സംയുക്ത സംരംഭമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ എല്ലാവരും നമുക്ക് മുൻപ് സൂചിപ്പിച്ചതുപോലെ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ആ ഗതകാല പ്രൗഢിയും സംസ്കാരവും അതിൻ്റെതായ ഉച്ചസ്ഥായിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് ഓണാട്ടുകരക്കാരുടെ ഒരു കടമയാണെന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ പറയുന്നത് പോലെ ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ഒരു കാർഷിക മേഖല സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അവിടെ ഓച്ചിറ ഈ പറയുന്ന വിവിധ സർക്കാർ ഏജൻസികളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനേക്കാളൊക്കെ ഉപരി അവർക്ക് വരുന്നവർക്ക് പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയും കൂടി നിൽക്കുമ്പോൾ നമുക്ക് ആ പഴയ ആ കന്നുകാലി പ്രദർശനത്തിന്റെയും കന്നുകാലി ചന്തകളുടെയും കാർഷിക സെമിനാറുകളുടെയും കാർഷിക ചന്തകളുടെയും ഒക്കെ ഒരു സമന്വയം ഒരുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.